രാവിലെ കോളേജിൽ പോകാൻ തുള്ളിച്ചാടി ഇറങ്ങി വന്ന ആർച്ചയെ ജയശ്രീ അല്പം സംശയത്തോടെ നോക്കി. ആർച്ച കണ്ണു ചിമ്മി ചിരിച്ചു. നിനക്ക് വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ലേ? ഇറങ്ങി വന്ന ആദ്യം കേട്ട അച്ചമ്മയുടെ ചോദ്യത്തിൽ ഏഴുതിരിയിട്ട പ്രഭയോടെ ജോലിച്ചിരുന്ന ആർച്ച കരിന്തിരികെട്ട അവസ്ഥയായി. അവൾ സ്വയം ഒന്ന് നോക്കി. വെളുത്തുന്നത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാറാണ്. ഇതിനെന്താ കുഴപ്പമെന്ന് ആലോചിച്ച് ഒരു നിമിഷം അവൾ മറുപടി പറയാൻ തുടങ്ങിയതും ജയശ്രീ അവളെ കണ്ണുകൊണ്ട് വിലക്കി. ചെന്ന് വേറെ വല്ലതും എടുത്തിട്ട് പോവാൻ നോക്ക്. അച്ചമ്മയുടെ ആജ്ഞ വന്നു. ആർച്ച മുഖം വീർപ്പിച്ച് തിരികെ മുറിയിലേക്ക് ചെന്നു. അലമാര തുറന്ന് മൊത്തത്തിൽ നോക്കി. കണ്ണിൽ തടഞ്ഞ വസ്ത്രത്തിന്റെ തിളക്കത്തിൽ മുഖം വീണ്ടും പഴയതുപോലെ തെളിഞ്ഞു. സന്തോഷത്തോടെ അവൾ 2 വട്ടം ചാടി, പിന്നെയും 1 വട്ടം ചാടി, അങ്ങനെ മൊത്തം 3 വട്ടം ചാടി. പിന്നെ ചാടലോട് ചാടൽ. എളിയിൽ കൈകുത്തിന്ന് നാടകീയമായി അവൾ പൊട്ടിച്ചിരിച്ചു. വസ്ത്രം മാറി താഴെത്തിയതൊരു വിജയെ പോലെ അവൾ അച്ചമ്മയെ നോക്കി. കഴിഞ്ഞ ഓണത്തിന് ആഗ്രഹിച്ച് വാങ്ങിച്ച ഫ്ലോറൽ പ്രിന്റുള്ള ഫ്രോക്കാണ്. മുട്ടിന് താഴെ മാത്രം ഇറക്കമുള്ള ഒന്ന്. അതിടുമ്പോൾ അച്ചമ്മയുടെ മുഖം ചുളിയും. പതിയെ കവിൾ വീർപ്പിച്ച് കണ്ണുരുട്ടി കാണിച്ച് അവൾ ഭക്ഷണം കഴിക്കായിരുന്നു. അതേ ഭാവത്തിൽ അവളെ നോക്കി അച്ചമ്മ പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി. കാസറോള് തുറന്നും ആർച്ച വായിലുള്ള പല്ല് മുഴുവൻ കടിച്ചങ്ങ് പിടിച്ചു. മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്നുള്ള പേരേ ഉള്ളൂ. പുട്ടെന്നും പുട്ട് തന്നെയാ. അതും പോരായിട്ട് കടലക്കറി. പുട്ട് ഇതൊന്നല്ല പുട്ട്. അച്ഛാ. തൊട്ടടുത്തിരിക്കുന്ന കൃഷ്ണകുമാരനെ അവൾ ദയനീയ സ്വരത്തിൽ വിളിച്ചു. കൃഷ്ണകുമാർ കൈമലത്തി കാണിച്ച് കഴിക്കാൻ തുടങ്ങി. എടുത്തിട്ട പുട്ടിൽ പാതി അച്ഛൻ്റെ പാത്രത്തിലിട്ട് ബാക്കി വാരി വായിലിട്ട് വേഗത്തിൽ ചായയും എടുത്ത് കുടിച്ചു. ചവക്കാനുള്ള പണി കുറഞ്ഞു കിട്ടുമല്ലോ. ചവച്ച് തിന്നാരു? കൃഷ്ണകുമാർ കണ്ണുമിഴിച്ച് അവളെ നോക്കി. ഓ, ഇതിപ്പോ തീർന്നില്ലേ? ഇനി അടുത്ത തവണ നോക്കാം അച്ഛാ. ആർച്ച കുസൃതിയോടെ കൈ കഴുകാൻ പോയി. ഇവൾ ഇത്ര വേഗം കഴിച്ചു കഴിഞ്ഞോ? ജയശ്രീ പാത്രത്തിലേക്ക് നോക്കി അതിശയിച്ചു. പിന്നെ അമ്മയുടെ ഫുഡ് വായിൽ വെച്ച് അലിഞ്ഞു പോവും, അതുകൊണ്ട് ചവക്കേണ്ടി വന്നില്ല. ജയശ്രീയുടെ കവളിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ട് ആർച്ച പറഞ്ഞു. ഓടി. നാണത്തോടെ ആർച്ചയുടെ ചുമലിൽ പതിയൊരു അടി കൊടുത്ത് ജയശ്രീ അവളുടെ ലഞ്ച് ബോക്സ് ബാഗിലേക്ക് വെച്ചു കൊടുത്തു. ജയശ്രീ പോയത് ആർച്ച കൃഷ്ണകുമാരനെ നോക്കി പല്ലിളിച്ച് കാണിച്ചു. എന്നെ കോളേജ് വിടാമാച്ചാ? പതിവില്ലാതെ ആർച്ചയുടെ ചോദ്യം കേട്ട് കൃഷ്ണകുമാർ ഒരു നിമിഷം നിശബ്ദനായി. കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകിയ അയാൾ ആർച്ചയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവരുടെ പുറകെ അച്ചമ്മയുടെ കണ്ണുകളും നീണ്ടു. എന്തുപറ്റി? അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ അയാൾ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, രാവിലെ തന്നെ മുഖം തിരിച്ചു പോകുന്ന അവസ്ഥ ഒഴിവാക്കാന്ന് കരുതിയാ. ആർച്ച അയാളുടെ അടുത്തേക്കിരുന്നു. കൃഷ്ണകുമാർ പതിയെ തലയിരിച്ച് നോക്കി. പുറമേ കാണിക്കുന്ന ധൈര്യത്തിനും ഉള്ളിൽ അവളുടെ മനസ്സിൽ നീറുന്ന വേദന അയാൾ വേദനയോടെ മനസ്സിലാക്കി. കിച്ചുവിനോട് അവൾക്കുള്ള ബന്ധം മറക്കാൻ അവൾക്ക് സാധിക്കും. അവൻ ചതിച്ചു എന്ന് മാത്രം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ മതി. എന്നാൽ അതേ വേദന സുഹൃത്തിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അത് അത്ര എളുപ്പമല്ലെന്ന് അയാൾക്ക് ഊഹിക്കാമായിരുന്നു. എത്ര ദിവസം ആരു? ഇനി അങ്ങോട്ട് ക്ലാസ് കഴിയുന്നവരെ നീ അവളെ കാണേണ്ടി വരും. ഇന്നലെ മോളനോട് പറഞ്ഞ പോലെ നമ്മൾ എന്തിനാ അവരെ ശ്രദ്ധിക്കണം? നമുക്ക് നമ്മുടെ കാര്യം അത് മതി. നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു പാഠം പഠിച്ചു, അത്രമാത്രം. എന്റെ മോള് ചെല്ലേ. കൃഷ്ണകുമാർ അവിടെ ചുമലിൽ ചേർത്ത് പിടിച്ചവൻ തട്ടി. ആർച്ച കണ്ണിമയ്ക്കാതെ അയാൾ ഒരു നിമിഷം നോക്കി നിന്നു. ഇറുകിയെ ഒന്ന് പുണർന്നു. നിറഞ്ഞ കണ്ണുകൾ ഇറുകി അടച്ച് തുറന്ന് നിയന്ത്രിച്ചു ആർച്ച. അച്ഛനെ നോക്കി മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. എന്താടി? അച്ഛൻ എന്റെ നെറുകൽ വീണ പുണ്യ, എന്റെ ജം. അച്ഛനെ പോലെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനൊരു റയർ പീസാ, അച്ഛനൊരു മുത്ത, അച്ഛനൊരു പൊന്നോ, അച്ഛനൊരു കരളോ, അച്ഛനൊരു. അപ്പോഴേക്ക് ആർച്ചയുടെ തലയിൽ കൊട്ടിട്ടിരുന്നു. ഓടി. കൃഷ്ണകുമാർ അവളുടെ നേരെ കണ്ണുരുട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടി. അവൾ കണ്ണിൽ നിന്ന് പറഞ്ഞ കൃഷ്ണകുമാർ അവളുടെ പിറകെ പതിയെ നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ കിച്ചുവിന്റെ വീടിന് മുമ്പിലൂടെ അല്ലാതെ സാധിക്കില്ല. ആർച്ച അതും ആലോചിച്ച് നടക്കുകയായിരുന്നു. ആർച്ചയുടെ വീടിനൽപ്പം ദൂരത്തിൽ ഒരു അടച്ചിട്ട കടയുടെ അരബിത്തിൽ കുറച്ച് പയ്യന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ആർച്ച കാണുന്ന കാലം മുതൽ ആ കെട്ടിടം അടച്ചിട്ട് തന്നെയായിരുന്നു. അതൊരു കടയായിരുന്നു എന്ന കേട്ടറിവും. അവളെ കണ്ടുടൻ അവർ ചിരിച്ചു. ചാണകമുണ്ടോ ചേച്ചി, ഒരു തേപ്പ് എടുക്കാൻ? ചോദ്യം കേട്ടതും ആർച്ച ചിരിച്ചുപോയി. ഉണ്ട്, അനീഷേന്റെ വീട്ടിലെ ചാണക്കുഴി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ ചെന്ന് ചാടിയാൽ മതി. അതേ ടോണിൽ തിരിച്ചു പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. പുറകിൽ ചോദിച്ചവൻ പ്ലിങ്ങി നിന്നു. അപ്പോഴേക്കും കോറസ് പോലെ ചിരി ഉയർന്നിരുന്നു. കിച്ചുവിന്റെ വീടിന്റെ മുമ്പിലെത്തിയതും എത്ര നോക്കേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നോട്ട് ആ വീട്ടിലേക്ക് പാളി വീണു. സീറ്റ് ഔട്ടിൽ നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അവൾ തലചരിച്ച് നോട്ട് എതിർവശത്തേക്കാക്കി. പെട്ടെന്ന് മുകൾ നിലയിൽ തന്നെ നോക്കി നിൽക്കുന്നയാളെ കണ്ട് അവൾ പകച്ചുപോയി. പെട്ടെന്ന് തന്നെ കണ്ണുകൾ പിൻവലിച്ച് താഴേക്ക് നോക്കിയതും ചെടികൾ നനച്ചുകൊണ്ട് തന്നെ നോക്കിച്ചിരിക്കുന്ന മുഖത്തേക്കാണ് നോട്ടം കണ്ട് അവളും തിരികെ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചൊന്ന് പുഞ്ചിരി നൽകി. മുന്നിലേക്ക് നോക്കി വേഗത്തിൽ നടന്നു നീങ്ങി. അവൾ നടന്നു പോകുന്ന കീർത്തി കണ്ടെങ്കിലും കൂടെ പോകാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ഫോണിൽ സംസാരിക്കുന്ന പോലെയല്ല, നേരിട്ട് കണ്ടാൽ ആർച്ചയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു.
സ്ഥിരമായി പോകുന്ന ബസ്സിന്റെ സമയം കഴിഞ്ഞാൽ അവൾ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയത് പോലും. ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തത്തിനിടയിൽ പോലും തലേ ദിവസം ഉണ്ടായ സംഭവം അറിഞ്ഞവർ അവളെ നോക്കി കളിയാക്കി ചിരിക്കി അടക്കം പറയുകയും ചെയ്യുന്ന അവൾ ശ്രദ്ധിച്ചു. ക്ലാസ്സിലെത്തിയപ്പോഴും സ്ഥിരമിരിക്കുന്ന സീറ്റിൽ നിന്ന് മാറിയിരിക്കുന്ന ആർച്ചയെ കണ്ടത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അവൾ അകന്നു എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് പ്രയാസമുണ്ടായില്ല. ഇത്രയും നാൾ മറ്റുള്ള കുട്ടികളോട് അടുപ്പമുണ്ടായിരുന്നെങ്കിലും താൻ തന്നെയായിരുന്നു എന്നും ആർച്ചയ്ക്ക് പ്രധാനം. അവളുടെ ഓരോ പ്രവൃത്തിയിലും അത് തനിക്കെന്ന പോലെ എല്ലാവർക്കും വ്യക്തവുമായിരുന്നു. തന്നോട് അകൽച്ചയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഇതിലും വ്യക്തമായി ഇനിയൊന്നും ആർച്ച പറയേണ്ടതില്ലെന്ന് കീർത്തി അല്പം വിഷമത്തോട് ഓർത്തു. എന്നാലും കീർത്തി, തന്നെ വിവാഹം നീ പറഞ്ഞില്ലല്ലോ. അടുത്തിരുന്ന കുട്ടി ശബ്ദം താഴ്ത്തി അവളോട് ചോദിച്ചു. കീർത്തി തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി തിരികെ നൽകി. അവൾ എന്നൊരു വ്യക്തി ആ ക്ലാസ്സിലില്ലെന്നുള്ള ഭാവത്തിലായിരുന്നു ആർച്ചയുടെ പെരുമാറ്റം. അങ്ങനെ ഭാവിക്കുന്നതിൽ പരാജയപ്പെടുമെന്ന് തോന്നുമ്പോഴൊക്കെയും ആർച്ച കണ്ണുകളടച്ച് തന്നെ കൂടെ നിന്ന് ചതിച്ചു എന്ന കാര്യം മാത്രം ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അതുമാത്രം മതിയായിരുന്നു ഉള്ളിലെ നേരത്തെ വേദനയും മറികടക്കാൻ. വീട്ടിലിരുന്ന് മടുത്തപ്പോൾ അരുണിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു കിച്ചു. ആൾക്കാർ അഭിമുഖീകരിക്കാൻ അവൻ അല്പം ജാള്യതയുണ്ടായിരുന്നു. അരുണിന്റെ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെത്തിയതും കിച്ചു ഒന്ന് പരിങ്ങി. ക്ലബിലെ പിള്ളേർ അവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതുവരെ തന്നെ കാണുമ്പോൾ ബഹുമാനം തന്നിരുന്ന പിള്ളേരാ ഇന്ന് അവരെ കാണുമ്പോൾ തന്റെ ഉള്ളിൽ നിറയുന്ന ഒരു തരം അപകർഷതാബോധമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കിച്ചേട്ടാ, മുമ്പിൽ ചാണകം. പിറകിൽ നിന്ന് ആരോ പറയുന്നിട്ട് അവൻ പെട്ടെന്നൊന്ന് മുന്നിലേക്ക് ചാടി. കാല് തെറ്റി വീഴാൻ പോയതും അവൻ ഒരുവിധം അടുത്തുള്ള തെങ്ങിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു. അപ്പോഴേക്ക് അവിടെ കൂട്ടച്ചിരി മുഴങ്ങിയിരുന്നു. ദേഷ്യത്തോടെ അവർ നോക്കി പല്ല് കടിച്ച് അവൻ വേഗത്തിൽ നടന്നു നീങ്ങി. രാത്രി ഒരു പോള കണ്ണടക്കാൻ അവന് സാധിച്ചിരുന്നില്ല. കണ്ണടച്ചാൽ ആർച്ച ചാണകം എടുത്തൊഴിച്ച രംഗമാണ് മനസ്സിൽ. എത്ര ശ്രമിച്ചിട്ടും മായ്ച്ചു കളയാൻ പറ്റാത്ത വിധം അത് തന്നിൽ ചേർന്നിരിക്കുന്നു. MBA കഴിഞ്ഞ് നല്ലൊരു ജോലി കണ്ടെത്താൻ സാധിക്കാത്ത കാരണമാണ് അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ കൂടിയത്. ആർച്ചയിലേക്ക് മനസ്സടുത്തത് എപ്പോഴാണെന്ന് അറിയില്ല. കിത്തുവിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. തൻ്റെ പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ സ്ഥിരമായി രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് അവളോടൊരു പ്രത്യേക താല്പര്യം തോന്നിയത്. നേരിട്ട് പറഞ്ഞാൽ പ്രതികരണം എന്താവുമെന്ന് ഭയന്ന് കിത്തു വഴിയാണ് കാര്യം അറിയിച്ചു പോലും. അനുകൂലമായ ഒരു മറുപടി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സുഹൃത്തുക്കളെല്ലാം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ട് ജോലി നേടി പോയതോടെയാണ് തനിക്കും പുറത്തു പോകണമെന്ന ആഗ്രഹം തുടങ്ങിയത്. അറ്റൻഡ് ചെയ്ത 1-2 ഇന്റർവ്യൂ കൈവിട്ടു പോയതോടെ കാശ് കൊടുത്ത് വല്ലതും നടക്കുമോ എന്ന് ശ്രമിച്ചു. അതിന് ശ്രമിക്കേണ്ടെന്ന് അച്ഛൻ തറപ്പിച്ച് പറഞ്ഞതോടെ ആ വഴിയും അടഞ്ഞു. ആ സമയത്താണ് അനഘയുടെ ആലോചന വരുന്നത്. ആദ്യം വലിയ താല്പര്യം കൊടുത്ത കാര്യമല്ലെങ്കിലും ആർച്ചയും അനഘയും തമ്മിൽ താരതമ്യം ചെയ്തോടെ മനസ്സ് അനഘയിലേക്ക് ചാഞ്ഞു. സുന്ദരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ആർച്ചയെ അനഘയുടെ അടുത്തുപോലും നിർത്താൻ പറ്റില്ല. ഭംഗിയായി നീട്ടി വളർത്തിയ കാലിന്റെ നഖം മുതൽ പട്ടുപോലെ ഒഴുകി കിടക്കുന്ന മുടി വരെ നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം. കാനഡയിലെ ജോലി. എന്തോ ചെറിയ ജാതകദോഷമുള്ള കാരണമാണ് തനിക്ക് ആ ആലോചന വന്നതുപോലും. തന്റെ ജാതകവുമായി നല്ല ചേർച്ചയാണത്രേ. അതുകൂടി കേട്ടതോടെ തന്റെ മനസ്സ് ചാഞ്ചാടി. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം കൊണ്ട് തനിക്ക് ഗുണകരമായത് ഇതാണെന്ന് ഉറപ്പിച്ച്. കിത്തുവിന്റെ കാര്യത്തിൽ കൂടെ അവർ താല്പര്യം കാണിച്ചത് ഭാഗ്യമായി തോന്നി തനിക്ക്. ആർച്ചയോട് പറയുമ്പോൾ കിത്തുവിനൊരു നല്ല ജീവിതം ഉണ്ടാവുന്ന കാര്യം പറഞ്ഞ് അവളോട് തന്റെ ഭാഗം പറയാമെന്ന് ചിന്തിച്ചു. കിത്തുവിനൊരു നന്മയുണ്ടാവുന്നതിന് ഒരിക്കലും അവൾ തടസ്സം നിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എവിടേക്കാ കിച്ചു? ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങുമ്പോഴാണ് അരുണിന്റെ വീടിന്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നത് അവൻ തിരിച്ചറിയുന്നത്. എവിടേക്കാ എന്ന് ചോദിച്ച് അരുണിന്റെ ചേച്ചിയാണ് അനിത. ജാളിത നിറഞ്ഞ ചിരിയോടെ കിച്ചു മുറ്റത്തേക്ക് കയറി. അരുണി ഇവിടെയില്ല അനിതേച്ചി? അവൻ ചോദിച്ചു. ഉണ്ടടാ, ഉറക്ക, നീ ഇരിക്കെ, ഞാൻ അവനെ വിളിക്കാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അകത്ത മുറിയിൽ നിന്നൊരു അടിയുടെ ശബ്ദവും ഒരു നിലവിളിയും കേട്ടു. പാതിരാത്രി വരെ ഫോണിൽ കുത്തിക്കളിച്ച് ഉച്ചക്കും സന്ധ്യക്കൊക്കെയാണ് ചെക്കൻ്റെ ഉറക്കം. അനിത പിറുപിറുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇരിക്കടാ, അവനിപ്പോ വരും, ഞാൻ ചായ ഇടാം, പാലില്ല, കട്ടനെടുക്കാം. വലിയ താല്പര്യമില്ലാതെ അനിത പറയുന്ന കേട്ടും കിച്ചു തലയാട്ടി. ചായ വേണ്ട എന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സൈക്കിളോടിക്കൽ മൂവ് കിച്ചു ഓർത്തു. എന്നാൽ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചെന്ന് കരുതി ചാണകമൊക്കെ കലക്കി ഒഴിക്കാമോ? അല്ലെങ്കിൽ ആ പെണ്ണിന് വല്ലാത്ത അഹങ്കാര. അനിത അവൻ കേൾക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവിടെ ആ വാക്കുകളിൽ കിച്ചു ചൂളിപ്പോയി. ഇനിയിപ്പോ ചായ വേണമെന്ന് പറഞ്ഞതിന് തനിക്കിട്ടൊന്ന് കൊട്ടിയതാണോ? കിച്ചു ആലോചനയോടെ അനിത പോയ വഴിയെ നോക്കി.